സ്റ്റുഡൻസ്, ഇനി നമ്മൾ എടുക്കാനുള്ള സെക്ഷൻ സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ. അതായത് സർക്കിളും 4 വശങ്ങളുള്ള ഒരു ചതുർഭുജം, അതായത് ചതുർഭുജത്തിൻ്റെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ എന്ന്. 4 വശങ്ങളുള്ള ഷേപ്സിനെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അത് ചതുരമാവാം, സമചതുരമാവാം, അതല്ലാത്ത എന്തെങ്കിലും ഷേപ്പുകളും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചതുർഭുജവും അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽസും സർക്കിൾസും തമ്മിലുള്ള റിലേഷനാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന പോയിന്റ്സിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചിത്രത്തിലെ ഈ വൃത്തത്തിലെ പോയിന്റ്സുകളാണ് ABCD. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലും സർക്കിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മളിവിടെ AC എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ AC എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തത്തിനെ 2ആയിട്ട് ഭാഗിക്കാൻ കഴിയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഒരു പോർഷനും വരും, താഴെ ഒരു പോർഷനും വരും. അതിൽ മുകളിലെ പോർഷനിൽ ആംഗിൾ D ലൈൻ ചെയ്യും, താഴെയുള്ള പോർഷനിൽ ആംഗിൾ B. അപ്പോൾ 2 ആർക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. ADC എന്ന് പറയുന്ന ആർക്ക് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ആൾട്ടർനേറ്റ് ആർക്കായിട്ട് ABC എന്ന് പറയുന്ന ആർക്കും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾസ് ABCD. ഈ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ AC ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ AC ജോയിൻ ചെയ്തപ്പോൾ ഒരു റിലേഷൻ നമുക്കറിയാം. ഈ ആർക്കിലെ ആംഗിളും ഈ ആർക്കിലെ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിരുന്നു. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ആൾട്ടർനേറ്റ് ആർക്കിലുള്ളത്, അതായത് C/2. ഇഫ് ദി സെൻട്രൽ ആംഗിൾ ഈസ് സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ C/2, സെയിം ആർക്കിലെ ആംഗിൾ 180 മൈനസ് C/2. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ C/2ഉം C/2ഉം കട്ട് ചെയ്ത് പോകും. നമുക്ക് കിട്ടൽ എന്താണ്? 180 ഡിഗ്രി ആണ് ഇവ രണ്ടും കൂടി കൂട്ടിയാൽ. അപ്പോൾ ഈ സർക്കിൾസിലെ ഓൺ ദി സർക്കിൾ ആണിത്. സർക്കിൾസിലെ ഈ 2 പോയിന്റ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പോയിന്റിലും കൂടി ഉള്ള ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ AC എന്ന ഡയഗണൽ വരച്ചപ്പോൾ ബിയും ഡിയും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. ഇനി നമ്മൾ വരക്കുന്നത് എന്താണ്? ഇനി നമ്മൾ വരക്കുന്നത് BD എന്നുള്ള ഡയഗണൽ ആണെങ്കിലോ അത് ഈ ചിത്രത്തിലില്ല. അതൊന്ന് സങ്കല്പിച്ച് നോക്കൂ. BD എന്നുള്ള ഡയഗണൽ വരക്കുകയാണെങ്കിൽ AC ഒഴിവാക്കിയിട്ട് BD വരക്കുകയാണെങ്കിൽ ആംഗിൾ Aയും Cയും കൂടി കൂട്ടിയാലും എന്താണ് നമുക്ക് കിട്ടല്? എന്താണ്? 180 ഡിഗ്രിയാണ്. അതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ C/2ഉം 180 മൈനസ് C/2ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെയിം ആർക്കിലുള്ള ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സമ്മായിട്ട് ലഭിക്കല് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ Aയും Cയും കൂടി കൂട്ടിയാൽ 180, അതുപോലെ Bയും Dയും കൂടി കൂട്ടിയാൽ 180. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താണ് ഒരു പ്രിൻസിപ്പിളിൽ എത്തിച്ചേരാം. അതിലേക്കാണ് പോകുന്നത്. നോക്കൂ, now the angles at B and D are the angles on 2 parts. നേരത്തെ പറഞ്ഞതാണ്, 2 പാർട്ടിലുള്ള ആംഗിൾ ആണ്. AC divides the circle, so they are supplementary. അവ സപ്ലിമെന്ററി ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ സമ്മ് അല്ലെങ്കിൽ അവ രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി വരുമ്പോൾ സമ്മ് 2 ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി വരുമ്പോൾ നമുക്കതിനെ that angles are called supplementary angles. അപ്പോൾ ഈ AC എന്ന ഡയഗണൽ വരക്കുമ്പോൾ അത് സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതുപോലെ BD എന്ന ഡയഗണൽ വരക്കുമ്പോൾ ആംഗിൾസ് അറ്റ് A and C are also supplementary. Aയിലെയും Cയിലെയും ആംഗിൾസും സപ്ലിമെന്ററി ആണ്. അപ്പോൾ ജനറലി വി ക്യാൻ സേ ദാറ്റ് എല്ലാ പോർഷനിലേക്ക് വരിക. ഇഫ് ഓൾ 4 vertices of a quadrilateral are on a circle, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടീസസും 4 മൂലകളും സർക്കിളിലാണെങ്കിൽ then we can easily say that the opposite angles are supplementary. ഇതാണ് പറയുന്നത്. If the 4 vertices of a
ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ ദി സർക്കിൾ, സർക്കിളിന് മുകളിലാണെങ്കിൽ 4 വെർട്ടീസസും ഇവിടത്തെ പോലെ ABCD സർക്കിളിന് മുകളിലാണെങ്കിൽ we can easily say that the opposite angles, that means here B and D are the opposite angles, A and C are the opposite angles, then the opposite angles are supplementary, which means that their sum is 180 degree. Okay, അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും ആ ക്വാഡ്രിലാറ്ററൽസിന്റെ വെർട്ടീസസ് ഒക്കെ സർക്കിളിൽ ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. അതാണ് ഈ യെല്ലോ പോർഷൻ. അത് നമ്മൾ വരുന്ന പ്രോബ്ലംസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ പഠിച്ച തിയറീസ് എല്ലാം നമുക്ക് ഈ പ്രോബ്ലംസിൽ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. വരച്ച് അതിൻ്റെ ആംഗിൾസ്, മറ്റുള്ള ആംഗിൾസ് ഒക്കെ കണ്ടെത്താനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഈ പാഠത്തിൽ നിന്നും കൂടുതലായിട്ട് വരക്കാനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തിയറീസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എന്താ പറയുന്നത്? ഇഫ് ഓൾ 4 വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ, ഒരു സർക്കിളിലാണെങ്കിൽ 4 വെർട്ടിസസും then the opposite angles are supplementary. അവ സപ്ലിമെന്ററി ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിരുന്നല്ലോ, ആംഗിൾ ഓൺ എ സെമി സർക്കിൾ 90 ഡിഗ്രി, അതുപോലെ പുറത്തുള്ള ഔട്ട്സൈഡുള്ള ആംഗിള് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും, ഇൻസൈഡ് ഉള്ളത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഔട്ട്സൈഡ് ലെസ് ദാൻ 90 ഡിഗ്രി എന്നൊക്കെ പഠിച്ചിരുന്നില്ലേ? അതുപോലെ ഇവിടെ ഒരു വെർട്ടെക്സ് മാത്രം സർക്കിളിന്റെ പുറത്തേക്ക്, ഡി എന്ന വെർട്ടെക്സ് സർക്കിളിന്റെ പുറത്തേക്ക് നിൽക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അതുപോലെ ഡി എന്ന സർക്കിൾസ് ഇന്നർ പോർഷനിൽ വരുമ്പോൾ അപ്പോഴെന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അതിലേക്ക് ഒന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ പിക്ചർ ആണ്. സെക്കൻഡ് വൺ ഈ രണ്ടാമത്തുള്ള പിക്ചറും കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ABCD എന്ന വെർട്ടെക്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? അത് ഇ എന്ന മറ്റൊരു പോയിന്റ് വൃത്തവുമായി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എയിലേക്ക് ഇങ്ങനെ ഒരു പേർപ്പൽ ലൈന് വരച്ചു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? Look at the first picture joining A and point E. നമ്മൾ എന്താ ചെയ്തത്? എയും ഇയും ഈ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റും കൂടി കൂട്ടി. Then where CD cuts the circle, അവിടെ CD എന്ന് പറയുന്ന ഈ ഒരു ലൈന് കട്ട് ചെയ്യുന്ന, സർക്കിളിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ്. We get the quadrilateral with all 4 vertices on the circle. അപ്പൊ നമുക്ക് ABCE എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ലഭിക്കും. അതിന്റെ 4 വെർട്ടസും സർക്കിളിന്റെ ഉള്ളിലാണ്. ദെൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ആംഗിൾ B പ്ലസ് ആംഗിൾ AEE. അതായത് നമുക്കറിയാം ഒരു സർക്കിളിലുള്ള ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു. ആ ഒരു തിയറി വെച്ച് നമുക്ക് we can easily write the angle B. That means this angle and this angle, and angle B plus angle AEC. അതായത് പുതിയ ക്വാഡ്രിലാറ്ററലിലെ ഈ ആംഗിളും ഈ ബി എന്ന ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നൗ ആസ് ദ ഡിസ്കഷൻ ഇൻ ദ സെക്ഷൻ സർക്കിൾസ് ആൻഡ് റൈറ്റ് ആംഗിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിൾസിലെ പോലെ തന്നെ ആംഗിൾ AEC, സർക്കിൾസ് പറഞ്ഞല്ലോ. ആംഗിൾ ഓൺ സെമി സർക്കിൾ എന്നുള്ളത് എന്താണ്? 90 ഡിഗ്രി ആണ്. ഔട്ട്സൈഡ് ദ സർക്കിൾ എന്താണ്? ലെസ് ദാൻ 90 ആണ്. ഇൻസൈഡ് ദ സർക്കിൾ ഗ്രേറ്റർ ദാൻ 90 ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ആ ഒരു ഇതിലേതുപോലെ നമ്മൾ we see that angle AEC, ആ ഒരു ഇതിൽ നിന്നും നമുക്കറിയാം ആംഗിൾ AEC എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ AEC that is equal to EAD. EAD എന്ന് പറഞ്ഞാൽ എന്താ? EAD. ഓക്കെ, EAD അതായത് ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ EAD പ്ലസ് D അതാണല്ലോ. EAD പ്ലസ് D. ആംഗിൾ AEC ഈക്വൽ ടു ആംഗിൾ EAD പ്ലസ് D. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് AEC എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ AED പരിഗണിക്കുമ്പോൾ അതിന്റെ ബാഹ്യകോണാണ്. ഈ ബാഹ്യകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു 2 ഇന്നർ ആംഗിൾസിന്റെ സമ്മാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ AEC ഈസ് ഈക്വൽ ടു, AEC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അതുകൊണ്ട് അത് EADയും, അതായത് ഈ ട്രയാങ്കിളിലെ, ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിളും പിന്നെ അതുപോലെ ഈ ആംഗിൾ ഡിയും കൂടി ചേർന്നതാണെന്ന് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
പിന്നെന്താ നമ്മൾ പറയുന്നത്, അതിൽ നിന്ന് ആംഗിൾ ഡി എന്ത് കിട്ടും, ആംഗിൾ ഡി ലെസ് ദാൻ AEC എന്ന് കിട്ടും. ആംഗിൾ ഡി ലെസ് ദാൻ AEC, ആംഗിൾ ഡി എന്ന് പറയുന്നത് AEC ചെറുതാണെന്ന്. അതായത് ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം, ഈ ഡി എന്ന് പറയുന്ന ആംഗിള് ഔട്ട്സൈഡ് ദ സർക്കിൾ ആവുമ്പോൾ ഈ ഓൺ ദി സർക്കിളിനേക്കാളും ചെറുതാണെന്ന് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. അതിന്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച അതേപോലെ തന്നെ, അതിൽ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ, എന്തെങ്കിലും സംശയമുള്ളവർക്ക് അവിടെ റെഫർ ചെയ്യാവുന്നതാണ്. AEC EAD + AED. അതായത് ഒന്നും കൂടി പറയുന്നു, ആംഗിൾ AEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കുന്ന സർക്കിളിന്റെ ഈ ഉള്ളിൽ നിൽക്കുന്ന ആംഗിൾ, ആ ലെറ്റേഴ്സ് നോക്കുക, ഫോളോ ചെയ്യുക. പിന്നെ അത് എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ ഈ ഒരു പുറത്തുള്ള ആംഗിളാണ്. അത് രണ്ട് ഇന്നർ ആംഗിൾസിന്റെ സം ആയിരിക്കും. അതായത് ഈ കോർണറിലുള്ള ആംഗിൾ എന്താണ്, EAD + ആംഗിൾ D, അത് രണ്ടും കൂടി ചെയ്തതാണ്. അപ്പോൾ ഈ ഇത് മാത്രം ഒഴിവാക്കിയാലോ, ഈ EAC എന്നുള്ള AEC എന്നുള്ള ഈ ആംഗിൾ മാത്രം പരിഗണിക്കുകയാണ്. മറ്റത് ഒഴിവാക്കിയാലോ ലെസ് ദാൻ സൈന് വരിക. അപ്പോൾ ആംഗിൾ D ലെസ് ദാൻ AEC. ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കല്ലേ ചെയ്യുന്നത്. ഈ EAD കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ മറ്റേത് വലുതാവൂലേ. ഇത് ഈക്വൽ ടു EAD + ആംഗിൾ D ആണ്. അതിൽ നിന്നും ആംഗിൾ EAD എന്നുള്ള ആംഗിളാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്, ഇത് വലുതാവും, ഈ പുറത്തുള്ളത് വലുതാവും. ആ ഒരു സൈന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആംഗിൾ D ലെസ് ദാൻ AEC എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഉള്ളിലുള്ള ഓൺ ദി സർക്കിളിനെക്കാട്ടും ചെറുതാണ് പുറത്തുള്ള ഔട്ട്സൈഡ് ദ സർക്കിളിലെ ആംഗിൾ ആയിട്ടുള്ള D എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സർക്കിൾ പരിഗണിക്കുകയാണ്. രണ്ടാമത്തെ സർക്കിൾ നോക്കൂ, തിങ്കിങ് എ ബിറ്റ് അബൌട്ട് ദ മീനിങ് ഓഫ് ദി റിലേഷൻസ് മാർക്ക്ഡ് 1 and 2. ഈ ഒരു സംഭവം പരിഗണിക്കുകയാണെങ്കിൽ, അതായത് ആംഗിൾ B + ആംഗിൾ D ലെസ് ദാൻ 180, ആംഗിൾ B + ആംഗിൾ D എന്താണ്, ലെസ് ദാൻ 180 എന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പരിഗണിച്ചാൽ, അതായത് ആംഗിൾ ബിയും ആംഗിൾ B + ആംഗിൾ AEC = 180. അതുപോലെ രണ്ടാമത്തെ എന്താണ്, ആംഗിൾ D ലെസ് ദാൻ ആംഗിൾ AEC എന്ന് ഉള്ളത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷനിൽ എത്തിച്ചേരാവുന്നതാണ്. എന്താണ് റിലേഷന്, ആംഗിൾ B + ആംഗിൾ D ലെസ് ദാൻ 180. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ 90-നേക്കാളും ചെറുതാണെന്ന് പറഞ്ഞ പോലെ ഈ ബിയും ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടൂല, 180യേക്കാളും ചെറുതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയി കഴിഞ്ഞാൽ സപ്ലിമെന്ററി അല്ല, സപ്ലിമെന്ററിയേക്കാൾ കുറവാണ്, 180-നേക്കാളും കുറവാണ് വരിക കൂട്ടിക്കഴിഞ്ഞാൽ. ഇനി അടുത്തതിൽ എന്തായിരിക്കും, ഇത് സ്വാഭാവികമായിട്ടും ഉള്ളിലേക്കാണ് D എന്ന പോയിന്റ് പോകുന്നത്. ഈ അവിടെ തന്നെ നിർത്തി ഉള്ളിലേക്ക് D എന്ന പോയിന്റ് വന്നപ്പോൾ നമുക്ക് എന്താണ്, കൂടുതലല്ലേ, ഈ ആംഗിളിനേക്കാളും യിലുള്ള ആംഗിളിനേക്കാളും കൂടുതലാണല്ലോ ഈ ആംഗിൾ, ഈ ഡിയിലുണ്ടാക്കുന്ന ഈ ആംഗിൾ. അതും ഇതുപോലെ 3ഉം 4ഉം വെച്ചിട്ട് ചെയ്യാം. ആംഗിൾ B + ആംഗിൾ E, ആംഗിൾ B + ആംഗിൾ E 180 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് സപ്ലിമെന്ററി. പിന്നെ ആംഗിൾ ADE എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ സർക്കിളിന്റെ ട്രയാംഗിൾ ADEയുടെ ഈ ഡിയിലെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക, മറ്റു രണ്ട് ഇന്റീരിയർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതാണ് എന്താണ് ഈ എഴുതിയിട്ടുള്ളത്, ആംഗിൾ ADC = ആംഗിൾ E + ആംഗിൾ EAD. ഈ ആംഗിളും അതുപോലെ ഈ എയിലുള്ള ഈ ചെറിയ ആംഗിളും കൂട്ടി ചേർന്നാലാണ് ഈ എക്സ്റ്റീരിയർ ആംഗിൾ ലഭിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ആംഗിൾ ആണ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ ADC ലെസ് ദാൻ ആംഗിൾ ADC ഗ്രേറ്റർ ദാൻ E എന്ന് കിട്ടും, ആംഗിൾ E എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ മറ്റു രണ്ടും കൂടി ജോയിൻ ചെയ്താൽ, ആ 3ഉം 4ഉം ഈ ഇക്വേഷൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ B + ആംഗിൾ ADC ഗ്രേറ്റർ ദാൻ 180. അതായത് ഈ സർക്കിളിന്റെ ഉള്ളിലാകുമ്പോൾ, D എന്ന പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാകുമ്പോൾ എന്താണ്, 180യേക്കാൾ കൂടുതലാണ്, സപ്ലിമെന്ററിയേക്കാൾ കൂടുതലാണ്. അപ്പൊ സപ്ലിമെന്ററി അല്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ആ ഒരു യെല്ലോ ബോക്സിലുള്ള കാര്യത്തിലേക്കാണ് വരുന്നത്. ഇഫ് വൺ വെർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഔട്ട്സൈഡിലാണ് എങ്കിൽ ദ സർക്കിൾ ഡ്രോൺ ത്രൂ അതർ 3 വെർട്ടിസസ്, മറ്റ് 3 വെർട്ടിസസും എന്താണ്
സർക്കിൾ തന്നെ. Then the sum of the angles at this vertex and the opposite vertex is less than 180. ഔട്ട്സൈഡ് സൈഡ് ആവുമ്പോൾ അവർ രണ്ടും കൂടി ഓപ്പോസിറ്റ് സൈഡ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ 180 കിട്ടും. ഇൻസൈഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 180 കിട്ടും. സം ഈസ് മോർ ദാൻ 180. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നുമില്ല, ഇത്രയും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഈ രണ്ട് ചിത്രം പരിഗണിക്കുമ്പോൾ ഈ സർക്കിളിലായിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഓൺ ദി സർക്കിൾ ആവുമ്പോൾ ബിയും ഡിയും കൂടി കൂട്ടിയാൽ എന്താണ് 180 ഡിഗ്രി കിട്ടും. ഇനി സർക്കിളിന്റെ പുറത്താണ് ഒരു വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ബിയും ഡിയും കൂടി കൂട്ടിയാൽ 180നേക്കാൾ കുറവ് കിട്ടും. സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു വെർട്ടെക്സ് വരുന്നത് എങ്കിൽ ബിയും ഡിയും കൂടി കൂട്ടിയാൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി സം ചെയ്താൽ 180നേക്കാൾ കൂടുതലും ലഭിക്കും. അതിന്റെ പ്രൂഫുകളാണ് ഇവിടെ എഴുതിയത്. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതിയതെന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുക. നമ്മൾ മുമ്പത്തെ സെക്ഷന് ഒന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലാവാത്തവർക്ക്. ക്ലിയർ? ഇനി നമുക്ക് നോക്കൂ, ഇതിൽ നിന്ന് ഇനി നമ്മൾ എത്തിച്ചേരുന്നത് എന്താണ്? നൗ സപ്പോസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ABCD, ഒരു ABCD എന്ന ക്വാഡ്രിലാറ്ററൽ നമ്മൾ എടുക്കുകയാണ്. സപ്പോസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അവ 180 ഡിഗ്രി ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി. ദെൻ ഡ്രോ ദ സർക്കിൾ ത്രൂ ABC. ABCയിലൂടെ നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. ക്യാൻ ഡി ബി ഔട്ട്സൈഡ് ദ സർക്കിൾ? ഇഫ് it is outside, we must have the sum of angle B and angle D less than 180. അപ്പോൾ ഡി എന്നത് ഔട്ട്സൈഡ് ആവണമെങ്കിൽ ഇവ രണ്ടും കൂടി കൂട്ടിയാൽ ബിയും ഡിയും കൂടി കൂട്ടിയാൽ ലെസ് ദാൻ 180 കിട്ടണം. അപ്പോൾ ഔട്ട്സൈഡ് സർക്കിൾ ആവും. ഇൻസൈഡ് ആവണമെങ്കിൽ അവ രണ്ടും കൂടി കൂട്ടിയാൽ ഗ്രേറ്റർ ദാൻ 180 കിട്ടണം. അത് ഈ യെല്ലോ പോർഷൻ തന്നെയാണ് ഇവിടെയും എഴുതിയിട്ടുള്ളത്. ഇനി നോക്കൂ, ഇവ സിൻസ് ഇറ്റ് ഈസ് നെയ്തർ ഔട്ട്സൈഡ് നോർ ഇൻസൈഡ്, ഈ രണ്ട് പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡും അല്ല ഇൻസൈഡും അല്ല. അപ്പൊ എന്തിലാ വരിക? ഡി മസ്റ്റ് ബി ഓൺ ദി സർക്കിൾ, സർക്കിളിലായിരിക്കും. ആ ഒരു കേസിലാണ് പറയുന്നത് ഇഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെങ്കിൽ, ദാറ്റ് ഈസ് 180 ഡിഗ്രി ആണെങ്കിൽ, വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ഓൾ ഫോർ ഇറ്റ്സ് വെർട്ടിസസ്. ഓക്കെ, അവയുടെ 4 മൂലകളിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിള് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വരക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നോക്കൂ, അതാണ് നമ്മളെ കൺക്ലൂഷൻ. അങ്ങനത്തെ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ എഴുതും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, 4 മൂലയിലൂടെയും എന്താണ് എന്ന് പറയുന്നത്? ഇഫ് വി കൺസിഡർ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ സപ്ലിമെന്ററി, ദാറ്റ് മീൻസ് ഇഫ് ദ quadrilateral is ABCD, then A plus C that is equal to 180 degree, then B plus D that is also 180 degree, then we can easily say that എന്താണ്, this quadrilateral is cyclic quadrilateral. അതായത് അതിന്റെ we can draw a circle through all four vertices. 4 മൂലയിലൂടെയും നമുക്ക് സർക്കിള് വരക്കാൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്തരം ക്വാഡ്രിലാറ്ററൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതാ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ടേമാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രത്യേകത വീണ്ടും പറയുന്നു, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഇവിടെ ഹിയർ ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. അതായത് നോക്കൂ, ABCD is an isosceles trapezium. That is isosceles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപോലത്തെ സൈഡുകൾ ADയും BCയും എന്താണ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് ഇവിടെ പറയുന്നത്, ഐസോസെലസ് ട്രപ്പീസിയം. ഓക്കെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് എഴുതാൻ കഴിയും? ABCD ആർ പാരലൽ. AB യും CD യും എന്താണ്, പാരലൽ ആണ്. AB യും CD യും ഐസോസെലസ് ആയതുകൊണ്ട് ഈ ADയും BCയും ഈക്വൽ ആണ്. അതുപോലെ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത ABCD പാരലൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ നോക്കൂ, ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രമല്ല, അത് പാരലൽ ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാൻ കഴിയും. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു
180 ഡിഗ്രി എന്ന് എഴുതാനും കഴിയും. ഈ ആംഗിളും എയും ബിയും സെയിം ആയാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം അല്ലേ. ബി പ്ലസ് ഡി 180 ആണ്, അതുകൊണ്ട് ഈ ബിക്ക് തുല്യമാണ് എ, അതുകൊണ്ട് എ പ്ലസ് ഡിയും 180 ആണ്. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതുകൊണ്ട് ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ 4 മൂലയിലൂടെ നമുക്ക് എന്ത് വരക്കാൻ കഴിയും? വി ക്യാൻ ഡ്രോ എ സർക്കിൾ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഐസോസെലസ് ട്രപ്പീസിയത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോസെലസ് ട്രപ്പീസിയം ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ചിത്രം നോക്കുക, എയും ബിയും സെയിം ആണ്, ആംഗിൾ എയും ആംഗിൾ ബിയും സെയിം ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഐസോസെലസ് ട്രപ്പീസിയം ആണ്. എ ഡി ബി സി ഈക്വൽ ആണ്, അതുപോലെ ഈ ആംഗിൾസും എന്താണ്? ഈ ആംഗിൾസ് ഈക്വൽ ആകുമ്പോഴാണ് എ ഡിയും ബി സിയും ഈക്വൽ ആകുന്നത്. അതുപോലെ എ ബിയും സി ഡിയും പാരലലും ആണ്. ഓക്കെ, അതുകൊണ്ട് ആംഗിൾ നമുക്കറിയാം ഇതില് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ആണ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ഡി ഓൾറെഡി 180 ആണ്, ബിക്ക് ഈക്വൽ ആണ് എ, അതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ഡിയും 180 ആണ്. അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിറ്റ് ഇതും എയും സിയും കൂടി കൂട്ടിയാലും 180 ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് ഈ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.